വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയ സംഭവത്തിൽ പരിശോധന ആരംഭിച്ച സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധനാ വിഭാഗം. ബോർഡിന്റെ ചെക്കുകൾ ഉപയോഗിച്ച് സംഗീത പണം പിൻവലിച്ചതായും സംശയമുണ്ട്. ഇതുവരെ 78 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും ജീവനക്കാരൻ പണം തട്ടിയതിന്റെ പരിശോധനകൾ നടന്നു വരികയാണ്. നിർണായകമായ എന്തെങ്കിലും മറ്റു വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? 2018, 2019, 2020 കാലഘട്ടങ്ങളിലാണ് ഇദ്ദേഹം വലിയ രീതിയിൽ ക്ഷേമനിധി ലോട്ടറി വകുപ്പിലെ തന്നെ ക്ഷേമനിധി വിഭാഗത്തിൽ നിന്ന് പണം തട്ടുന്നത്. ഏകദേശം 78 ലക്ഷം രൂപയിലധികം രൂപ തട്ടിയെടുത്തു എന്നതായിരുന്നു കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോട്ടറി വകുപ്പിലെ ഡയറക്ടർ തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം ജനൻ TV പുറത്തുവിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹം ഈ ക്ഷേമനിധിയിലെ പണം മറ്റു ഇയാളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഡയറക്ടർ പരാതി നൽകുന്നത്. ഇതിന്റെ തെളിവുകൾ അടക്കം തന്നെയാണ് ഡയറക്ടർ പോലീസിന് പരാതി നൽകിയിരുന്നത്. അതേസമയം തന്നെ ഈ 2018 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തിരിമറി നടത്തിയപ്പോൾ എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. വർഷാവർഷം ഓഡിറ്റിംഗുകൾ നടക്കാറുണ്ട്. ആ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് പോലും ഇത് കണ്ടെത്താൻ സാധിക്കാത്തതിന് പിന്നിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റു ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഒപ്പം തന്നെ പോലീസിനും അത്തരത്തിലുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം 2025 കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് എത്തിയില്ല, വർഷാവർഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് പുറം ലോകത്തേക്ക് എത്തിയില്ല എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഒപ്പം തന്നെ നിലവിൽ ജനൻ TV വാർത്ത സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നിലവിൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ധനകാര്യ വിഭാഗം ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ കുറെ കാലത്തെ ഈ ക്ഷേമനിധി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശോധനയാണ് സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ട പരിശോധനകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ധനകാര്യ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദേവിക.